അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അറിയാവുന്നവരൊക്കെ നോക്കി തബ്ബത് യദാ പറഞ്ഞു ഉറക്കവാത്. മനുഷ്യന്മാരെ 2 മണിക്കൂറിനിടയിൽ ഒരു സൂറത്ത് ഓതിയാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 6800 നന്മയാണ്. ഒരു വാക്കിന് 90 നന്മ. തബ്ബത് യദാ നമ്മളിത് ഓതാറിഞ്ഞിട്ട് വേണ്ട വേറെ ആളോട് പറഞ്ഞു കൊടുക്കാൻ. ഓത് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ നന്മയുടെ മർമ്മകാണ്ഡമാണ്. ഭൂമിയിലെ സ്വർഗത്തിലിരുന്നിട്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിന് ആയത്തിറങ്ങി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ ചെറിയ സൂറത്താണ് ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ അബൂ ഖുബൈസിന്റെ മലയടിവാരത്തിന്റെ മറുഭാഗത്ത് നിലനിർത്തിയിട്ട് ഖുറൈശി സമൂഹത്തോട്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ, അവൻ ഏകനാണ് എന്ന പ്രഥമ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ലഹബ് ചോദിച്ചുപോയി, അലിഹാദാ ജമഅതനാ, ഇതിനാണോ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? നിന്റെ കൈ നശിച്ചു പോകട്ടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിക്കുന്ന മനസ്സുമായി പരിഹാസത്തിന്റെ ഉപശകരങ്ങളേറ്റ് മുത്തുനബി വിശ്രമിക്കവേ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയേ അങ്ങയുടെ കൈയല്ല നശിച്ചു പോവുക. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ 2 കൈകൾ നശിച്ചു പോകും നബിയേ. അവന്റെ മാത്രമല്ല വംറഅതുഹു, അവന്റെ ഭാര്യയായ ഉമ്മു ജമീല, അവളുടെയും അവളും നശിച്ചു പോകും നബിയേ. എന്നിട്ട് പറയാ, അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും ശ്രദ്ധിച്ചു കേൾക്കണേ. അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും ആരാ? ഉമ്മു ജമീലയാരാ? ഹബിലും മിൻ മസദ്, ഈത്തപ്പന നാരുകൊണ്ടുണ്ടാക്കൊരു മാലവള്ള കഴുത്തിരുണ്ട് നബിയേ. ആ സമയത്ത് ഉമ്മു ജമീലയുടെ കഴുത്തില് വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചിട്ടവള് മൊഞ്ചത്തിയായി അണിഞ്ഞടക്കുന്ന സമയത്താണ് ഈത്തപ്പന നാരുകൊണ്ടുള്ള മാലവള്ള കഴുത്തിൽ വരുമെന്ന് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ ആയത്തിറക്കി, അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും സയസ്ലാ നാറാ, അവര് 2 പേരും നാളെ നരകത്തിലാണ് നബിയേ. ഖുർആൻ അമാനുഷികത, നാം അറിയുന്ന ഖുർആൻ അമാനുഷികത. സയസ്ലാ നാറാ, അബൂ ലഹബും അവന്റെ ഭാര്യ നാളെ നരകത്തിലാണ് നബിയേ. ഈ ആയത്തിറങ്ങിയപ്പോ അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീല അടക്കമുള്ള ആളുകൾ ഖുർആനിനെ തകർക്കാനുള്ള പോംവഴി നോക്കുകയാ. മക്ക ഖുറൈശികൾ ഖുർആനെ തകർക്കാനുള്ള പോംവഴി അന്വേഷിക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത്. നബിയേ അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീലയും സയസ്ലാ നാറാ, അവരെ നരകത്തിലാണ് നബിയേ. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്തെങ്ങാനും ഖുർആനിനെ തകർക്കാൻ വേണ്ടി രാപകലുകൾ അവര് മാറ്റിവെക്കുമ്പോ, അവരെ സമ്പത്തുകൾ മാറ്റിവെക്കുമ്പോ, അബൂ ലഹബോ അവന്റെ ഭാര്യ വന്നിട്ട് മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിന്നിട്ട് അവരെ നാവിൽ മുമ്പിൽ നിന്ന് 24 അക്ഷരം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെങ്ങാനും അവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ അവര് നരകത്തിൽ പോകില്ലല്ലോ. അവര് സ്വർഗത്തിന്റെ അവകാശികളല്ലേ, അവരല്ലാണ്ട് സ്വർഗത്തിന്റെ ഉടമകളല്ലേ. ഖുർആനിനെ തകർക്കാൻ വേണ്ടി നാരികക്ക് 4 വട്ടം ഓടുമ്പോഴും അബൂ ലഹബിന്റെയും അവന്റെ ഭാര്യയുടെയും നാവിൻ തുമ്പൊന്ന് ചലിച്ചാൽ, അവരെങ്ങാനും കെലിമ പറഞ്ഞാൽ പിന്നെ ഖുർആൻ ചവച്ചുകൊട്ടയില നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞാൽ അവര് സ്വർഗത്തിലായില്ലേ. പിന്നെ ഖുർആനിനെന്ത് നിലനിൽപ്പാണുള്ളത്? ആ ഖുർആനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം അവരുടെ നാവിൻ തുമ്പിൽ ഉണ്ടെന്നിരിക്കെ അത് പറയാൻ കഴിയാതെ ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നെങ്ങാനും അബൂ ലഹബോ ഭാര്യയോ പറഞ്ഞാൽ പിന്നെ ആ
ഖുർആൻ ലോകത്ത് നിലനിൽക്കില്ലെന്നിരിക്കെ ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ നാവ് ചലിക്കില്ല, നിങ്ങൾ കെലിമ പറയില്ല, നിങ്ങൾ നാളെ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചതല്ല, ശാസ്ത്രാവതിനെ മുട്ടുകുത്തിച്ചതല്ല, ഈ കടലിന്റെ സാങ്കേതിക രഹസ്യം പറഞ്ഞതല്ല. സൂറത്തുൽ ലഹബാണ് അള്ളാന്റെ ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ആർക്കാണ് കഴിയുക? ഇപ്പോഴായത്ത് അങ്ങനെ തന്നെയുണ്ട്. സയസിലാനാറ, അവര് നരകത്തിൽ പോവും. അബൂലഹബോ ഉമ്മി ജമീലയോ മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് മുഹമ്മദേ നിന്റെ ഖുർആൻ പഴഞ്ചനാണ്, തകർത്തെറിയാൻ പോകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവര് പറഞ്ഞാൽ തീർന്നു. ഖുർആൻ തീർന്നോ? അവര് പറഞ്ഞാൽ പിന്നെ അവര് സ്വർഗത്തിലല്ലേ, നരകത്തിൽ പോവില്ലല്ലോ. അവര് സഹാബിയായില്ലേ, അവര് പിന്നെ നരകത്തിൽ പോവില്ല. മുമ്പിൽ അവരുടെ നാവ് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിട്ട് ഇന്നും ലോകത്ത് അജയ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച